വിളംബരം യത്തീംഖാന കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലം കൊണ്ട് നേടിയെടുത്ത നേട്ടം എന്തെന്ന് ചോദിച്ചാൽ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയാവുന്ന ഒട്ടനേകം പ്രതിഭകളെ നൽകാൻ സാധ്യമായി എന്നുള്ളതാണ്. ഇന്ന് വാഴക്കാട് പരിസരങ്ങളിലെ ആളുകൾക്ക് ഉപകരിക്കും വിധം CH സ്കൂൾ എന്ന് പറയുന്ന CH ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിലായി LP UP തരത്തിലുള്ള സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകളായും എയ്ഡഡ് സ്കൂളുകളായും അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിലേറെ വായിച്ചേക്കാൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒട്ടനേകം ആലിമീങ്ങളെ സ്നേഹിക്കുകയും ആലിമീങ്ങളെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഉന്നതമായി പ്രവർത്തിക്കുന്ന മുണ്ടക്കുളം ജാമിയ ജലാലിയ അറബി കോളേജ് നമുക്കറിയാം. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് അവറുകൾ പ്രിൻസിപ്പാളായി അക്കാദമിക് കാര്യങ്ങൾക്ക് എല്ലാം മേൽനോട്ടവും വഹിച്ച് തുല്യതയില്ലാതെ വളരുന്നൊരു സ്ഥാപനമാണ് ജാമിയ ജലാലിയ മുണ്ടക്കുളം. അതിൻ്റെ ജൂനിയർ സ്ഥാപനം സുന്ദരമായി അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഒട്ടനേകം എത്തിയ മക്കൾക്ക് ആലംബമായി ആ സ്ഥാപനം നിലകൊള്ളുന്നു. അതോടുകൂടെ തന്നെ എത്തിയ മക്കളെ മാത്രമല്ല അഗതികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്ന് വേണ്ട ഒരു കുഞ്ഞിനെ ആവശ്യമായത് മുഴുവനും ചെയ്തു കൊടുക്കുന്നൊരു സ്ഥാപനമായി ആ സ്ഥാപനം ഇന്ന് മുന്നോട്ട് പോകുകയാണ്. ഞാൻ ഓർത്തു പോകുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ആയിരക്കണക്കായ സ്ഥാപനങ്ങൾക്ക് നായകത്വം വഹിച്ചെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇളമരം യത്തീംഖാന എന്നുള്ളത്. പലപ്പോഴുമായി യത്തീംഖാനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചാര നിന്ന് പ്രവർത്തിക്കുവാൻ അവസരമുണ്ടായെന്ന രീതിയിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ വായിച്ചാക്കയും യത്തീംഖാനയും തമ്മിലുള്ള ബന്ധം ഇന്നും നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നതാണ്. പലപ്പോഴും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതത്തിലുള്ള പല സന്നിഗ്ധ ഘട്ടങ്ങളിലും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ വരാറുണ്ടായിരുന്നതും തൻ്റെ ഏറെ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നതും ആ സ്ഥാപനത്തിലായിരുന്നു. അതോടുകൂടെ തന്നെ മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് സ്വന്തം സ്ഥാപനമായി കണ്ട് കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആശീർവാദത്തോടു കൂടെ തന്നെയാണ് ആ സ്ഥാപനം വളർന്നതും പന്തലിച്ചതും ആ സ്ഥാപനമായി മാറിയതും കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ട് തന്നെയാണ്. ഇന്ന് ഞാൻ ഓർത്തു പോകുന്നു, ആ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാപനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ സ്ഥാപനത്തിൻ്റെ നായക സ്ഥാനത്തുള്ളവരാണ് മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇന്ന് ആ സ്ഥാപനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മിറ്റി ഏതൊരാവശ്യമുണ്ടെങ്കിലും പോകുന്നത് 2 ഇടങ്ങളിലാണ്. അതിൽ ഒന്ന് മഹാനായ സയ്യിദുൽ ഉലമയുടെ അരികിലാണ്, മറ്റൊന്ന് പാണക്കാടാണ്. പാണക്കാടിൽ നിന്ന് ഏതെങ്കിലും ഒരാളില്ലാതെ ആ സ്ഥാപനം മുന്നോട്ട് പോകാറില്ല. എന്ന് പറഞ്ഞതുപോലെ പാണക്കാട് സാദാത്യങ്ങളും സമസ്തയുടെ ആലിമീങ്ങളും കൂടെ നിർത്തി വളർത്തിയൊരു സ്ഥാപനം എന്ന രീതിയിൽ ആ സ്ഥാപനത്തിന് ആവശ്യമായതൊക്കെ ചെയ്യൽ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. സർവാധിനാഥനായ റബ്ബ സ്ഥാപനത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ. വായിച്ചേക്ക എന്നുള്ള ആ മനുഷ്യനെക്കുറിച്ച് തീർത്തും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ടാകും. മഹാനായ വായിച്ചേക്ക എന്നുള്ള വലിയ മനുഷ്യനെ അദ്ദേഹം തൻ്റെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു ആയുഷ്കാലം മുഴുവനും ഒരു മനുഷ്യൻ യത്തീംഖാനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ യത്തീംഖാനയെ വാനോളം വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. നമുക്കുറപ്പാണ് ഇന്ന് അദ്ദേഹം ബർസഖിയായ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദിക്കുന്നുണ്ടാകുക അദ്ദേഹം ജീവിതത്തിൽ ചെയ്തു വെച്ച ഈ നന്മ കൊണ്ടാകും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഞാനും യത്തീമക്കളെ സംരക്ഷിക്കുന്ന ആളും 2 വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതുപോലെയാണെന്ന് പറഞ്ഞു പോയെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനെ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ആ സ്ഥാപനത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 7-ാം തീയതി മെയ് മാസം 7-ാം തീയതി ആ സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കിയ 2 വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ വിവാഹം നടക്കാനിരിക്കുകയാണ്. ആ വിവാഹത്തിന് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുന്നതോടുകൂടെ നമ്മുടെ സ്വന്തം മക്കളായി കണക്കാക്കി അതിൽ നമ്മൾ പങ്കാളികളാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.